തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. എഫേസ്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 11 തൊട്ട് 22 വാക്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്ന് വായിക്കുന്നില്ല, മൊത്തം വായിക്കുന്നില്ല. അതിന്റെ 13-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: മുമ്പേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനം. കുറച്ച് കാര്യം ഒറ്റ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? മുമ്പേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളും കർത്താവ് യേശുക്രിസ്തുവിനായിരുന്നതിന് മുൻപ് കർത്താവിനെ അറിയാതെ മാറി നിന്ന ഒരു കൂട്ടം ജനം തന്നെയായിരുന്നു. നമ്മൾ ജാതികളായ വ്യക്തികൾ തന്നെയായിരുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മൾ പാപത്തിൻ്റെതായിട്ടുള്ള പല ചെളിക്കുഴിയിൽ കിടന്ന നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവത്തിൽ വിശ്വാസം പോലും ഇല്ലാതെ ആ സത്യദൈവതാണെന്ന് പറയുമ്പോൾ നമ്മളും ദൈവത്തെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ആർക്കുണ്ടായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അവരെ എല്ലാം ആ കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? കർത്താവിന് മനസ്സലിവ് തോന്നി നമ്മളെ കർത്താവ് രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചെന്ന് പറയുന്നത് അതിൻ്റെ പറയുന്നതിന് തൻ്റെ രക്തം കൊടുത്ത് നമ്മെ സമീപസ്ഥരാക്കി. നമ്മൾ ദൂരെ മാറി നിന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ രക്തം കൊടുത്ത് എന്ത് ചെയ്തു? നമ്മളെ ചേർത്ത് അണച്ച ദൈവം അല്ലേ? നമ്മൾ എത്ര വരെ വിശ്വസിച്ചു? കർത്താവിൻ്റെ രക്തം കൊടുത്ത്, കർത്താവിൻ്റെ ജീവനെ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത ദൈവം. അങ്ങനെയെങ്കിൽ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഹെഡിങ്ങിനെ അളവറ്റ ദൈവസമാധാനം നൽകുന്ന ദൈവം, അല്ലെങ്കിൽ അളവറ്റ ദൈവസമാധാനം നൽകുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇന്നായിരിക്കുന്നു. നമ്മൾ സമാധാനത്തോടെ ആക്കുന്നു, അല്ലെങ്കിൽ സമാധാനം തരുന്ന ഒരു ദൈവത്തിന്റെ അടുക്കല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൂരസ്ഥനായിരുന്ന നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്ത്? കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി, എനിക്ക് രക്തം കൊടുത്ത് നമ്മൾ ചേർത്തണച്ച ദൈവം. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് എന്നെ ഇത് വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കിങ്ങനെയാണ്: കർത്താവ് എന്നെ ചേർത്ത് അണച്ചുവെങ്കിൽ ഞാൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലുണ്ടോ, അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ ഞാൻ ഉണ്ടോ? ആ ചോദ്യം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എന്നെ ദൈവം ചേർത്ത് അണച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കർത്താവിനോട് പറ്റി നിൽക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? അത് നമ്മുടേതായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭമാണോ നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ കർത്താവിനെ എന്നോട് ചേർത്ത് നിർത്തണം. കർത്താവ് എന്നെ ചേർത്ത് നിർത്തി വരുന്നതാണ്. കർത്താവിന്റെ രക്തം കൊടുത്ത് തന്നെ, കർത്താവിന്റെ ജീവനെ കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി കർത്താവിനോട് കൂടെ ചേർത്ത് എന്നെ എന്ത് ചെയ്ത് നിർത്തി. പക്ഷെ ഞാൻ ഇന്ന് കർത്താവിന്റെ കൂടെയാണോ, അല്ലെ കർത്താവിനെ ചേർന്നാണോ, ഞാൻ കർത്താവിനെ പറ്റിയാണോ ഞാൻ നിൽക്കുന്നത് എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്ത് നോക്കണം. അതിന്റെ അടുത്ത തൊട്ട് താഴെ പറയുന്നത് എങ്ങനെയാണ്? അവൻ നമ്മുടെ സമാധാനം. ആമേൻ. അവൻ നമ്മുടെ സമാധാനം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കർത്താവിന്റെ അളവറ്റ സമാധാനം കൊണ്ട് നമ്മെ ഓരോരുത്തരും നിറയ്ക്കും. നമുക്കൊരു ആമേൻ. കർത്താവ് ഇവിടെ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യ പിതാവ്. അതിൻ്റെ അടുത്ത് പറയുന്നത് അവൻ സമാധാന പ്രഭു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആരാധിക്കുന്ന ദൈവം സമാധാന പ്രഭുവാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, അതുപോലെ സമാധാനത്തിന്റെ പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ അപ്പൻ സമാധാന പ്രഭു ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം? സമാധാനത്തോടെ തന്നെ ആയിരിക്കണം. നമ്മുടെ സമാധാനത്തോടെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ സമാധാന പ്രഭുവാണെങ്കിൽ, സമാധാനത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ സമാധാനത്തിന്റെ വാക്കുകളാണോ എന്നിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ പ്രവൃത്തിയാണോ എന്നിൽ നിന്ന് വരുന്നത്? നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കണം. അതിന്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 ഒന്ന് വായിക്കാം. അവർ പറയുന്നത് എങ്ങനെയാണ്? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്ത അമ്മ ഞങ്ങൾ പറയുന്നത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
ലോകം പലപ്പോഴും നമ്മളെ സമാധാനിപ്പിക്കും, ലോകത്തിലുള്ള വ്യക്തികൾ ആകട്ടെ, ലോകത്തിലുള്ള പലരും നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കും. പക്ഷേ എൻ്റെ തൊട്ട് താഴെപ്പുറം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. പക്ഷേ നമ്മളെ ലോകം തരുന്ന സമാധാനം അല്ലെങ്കിൽ ലോക മനുഷ്യരെ നമ്മെ ആശ്വസിപ്പിക്കുന്ന എല്ലാത്തിനും എന്തുണ്ട്, ഒരു പരിധിയുണ്ട്. അത് പലപ്പോഴും ആ പരിധി ഒരു പരിധി വരെ അവർക്ക് ആശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ അണയ്ക്കാൻ എല്ലാത്തിനും കഴിയത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ലോകം തരാത്ത സമാധാനം, ആ കർത്താവിൻ്റെ സമാധാനം എനിക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഞാൻ കലങ്ങിപ്പോകത്തില്ല, ഞാൻ ഭ്രമിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കലക്കം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെതായിട്ടുള്ള ഭ്രമിച്ചു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, കർത്താവിൻ്റെ സമാധാനം എങ്ങനെയുണ്ടോ. അതായത് കർത്താവിൻ്റെ സമാധാനം, കർത്താവ് എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കർത്താവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ കണ്ടിട്ടൊന്നും ഭ്രമിക്കത്തില്ല, കലങ്ങി പോകത്തില്ല. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പാപച്ചെളിയിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ രക്തം കൊടുത്ത് നമ്മൾ ഓരോരുത്തരും ചേർത്ത് നിർത്തിയെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ തന്നെ, കർത്താവിൻ്റെ ചിറകടിയിൽ തന്നെ നിൽക്കണം. എൻ്റെ അടുത്ത പറഞ്ഞിങ്ങനെയാണ്, അവൻ സമാധാനമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അളവറ്റ സമാധാനം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയ്ക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളും പ്രാർത്ഥനയോടായിരിക്കും കർത്താവിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ പറ്റിയിരിക്കുകയാണ്, കർത്താവിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കും.